إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فليضحكوا قليلا وليبكوا كثيرا جزاء بما كانوا يكسبون. ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ സൂക്ഷ്മത പാലിച്ചും തഖ്വയുള്ളവരായും മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കേരളത്തിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ നമ്മൾ അനുഭവിക്കാത്ത വിധത്തിലുള്ള ഒരു ചൂടിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല ജില്ലകളിലും 40% ഡിഗ്രി സെൽഷ്യസ് അതിനടുത്തും അല്ലെങ്കിൽ അതിനേക്കാളുമൊക്കെ അപ്പുറത്തായി ചൂട് രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വൈദ്യുതിയുടെ ഉപയോഗം ഇന്ന് വരെ നമ്മൾ കാണാത്ത അത്ര ഗൗരവത്തിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ജലക്ഷാമം നേരിട്ടാൽ, ചൂട് കൂടിയാൽ അത് നമ്മുടെ കൃഷിയെ സാരമായി ബാധിക്കും, നമ്മുടെ കുടിവെള്ളത്തെ സാരമായി ബാധിക്കും. വെള്ളമില്ലെങ്കിൽ നമ്മുടെ വൈദ്യുത ഉപയോഗത്തെ അത് ബാധിക്കും, നമ്മുടെ നാട്ടിലെ വ്യവസായങ്ങളെ അത് ബാധിക്കും. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അത് നീങ്ങും എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. വെള്ളവും മഴയും ചൂടുമൊക്കെ അള്ളാഹുവിൻ്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ചൂടനുഭവിച്ചവർ പലപ്പോഴും നമ്മുടെ കാലാവസ്ഥയെക്കുറിച്ച് വളരെ മിതമായ കാലാവസ്ഥയാണ്, മിതമായ ചൂടും തണുപ്പുമൊക്കെയാണ് ഇവിടെ എന്ന് പലപ്പോഴും പറയാറുണ്ട്. ആ കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു പോകുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അള്ളാഹുവിലേക്ക് നമ്മൾ നന്നായി അടുക്കുകയും റബ്ബിനോട് വിനയാന്വിതരായി നമ്മൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൻ്റെ തൗഫീക്കും ബർക്കത്തുമൊക്കെ നമുക്കുണ്ടാവുക. അള്ളാഹു നമ്മുടെ എല്ലാം സതുദ്ദേശങ്ങളെ അള്ളാഹു സഫലമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് മുസ്ലിങ്ങളുടെ നിരന്തരമായ പല നേട്ടങ്ങളിലും അസ്വസ്ഥരായ റോമക്കാർ ഹിർക്കൽ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ അറേബ്യയെ ആക്രമിക്കാൻ വേണ്ടി വമ്പിച്ച സൈന്യത്തെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പട്ടാളക്കാർക്ക് ഒരു വർഷത്തെ ശമ്പളമൊക്കെ അഡ്വാൻസ് കൊടുത്ത്
വളരെ വലിയൊരു സൈന്യത്തെ സജ്ജമാക്കിയാണ് അറേബ്യൻ സാമ്രാജ്യത്തെ തകർക്കാൻ അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിവരം അറിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മുസ്ലിം സൈന്യത്തെ സജ്ജമാക്കാൻ ആവശ്യമായ നിർദ്ദേശം നൽകുന്നുണ്ട്. തബൂക്കിലേക്ക് പുറപ്പെടണം, കഠിനമായ ചൂടാണെന്ന്, അത്യുഷ്ണം അനുഭവിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു യുദ്ധമെന്നത് ആരും പ്രതീക്ഷിച്ചതല്ല. അന്നത്തെ കാലാവസ്ഥ അനുസരിച്ച് സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാണ്. നമ്മുടെ ആളുകൾ ഇവിടെ മുമ്പിലൊക്കെ കുറച്ച് ഗ്യാപ്പുണ്ട്, നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ പുറത്ത് നല്ല ചൂടായിരിക്കും. പരമാവധി ആളുകൾക്ക് നമുക്ക് സൗകര്യം ചെയ്യാം. അവിടുന്ന് ആളുകൾക്ക് കയറി വരണമെങ്കിൽ മുന്നിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താണ്. അതൊക്കെ ഗ്യാപ്പുണ്ട്, ഒന്ന് അടുത്തിരുന്നാൽ നന്നാവും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സാഹചര്യത്തെ സ്വഹാബത്തിന് മുമ്പിൽ വെച്ചപ്പോൾ നമ്മളെ നാട് നശിപ്പിക്കാൻ ഒരു സംഘം തയ്യാറായി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിലാണെങ്കിൽ ചൂട് കൂടുന്ന സന്ദർഭത്തിലാണ് അറബി നാടുകളിലൊക്കെ പല കൃഷിയുടെയും വിളവെടുപ്പെടുക്കുന്ന സമയവും ഉണ്ടായ ഫലങ്ങൾ പറിച്ചെടുക്കാനുള്ള സന്ദർഭവുമാണത്. പലരും ഇങ്ങനെ വിമ്മിഷ്ടം കാണിച്ചു. പ്രത്യേകിച്ച് മുനാഫിക്കുകൾ ആ സാഹചര്യം നന്നായി മുതലെടുത്തു. മുസ്ലിങ്ങളുടെ കൂടെ കൂടുമ്പോൾ മുസ്ലിങ്ങൾക്ക് സുഖവും സന്തോഷവും സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ മുഅ്മിനീങ്ങളുടെ കൂടെയും, അവർക്ക് പരീക്ഷണങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ മുശ്രിക്കുകളുടെ കൂടെയുമാണ് നിൽക്കാറുണ്ടായത്. അവർ വലിയ തോതിൽ പരിഹസിച്ചു മുസ്ലിങ്ങളെ. ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുക, അത് വല്ലാത്ത ഒരു കാര്യമാണ് എന്ന നിലക്ക് പരിഹസിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വഹി നൽകുന്നുണ്ട്. ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹ്. യുദ്ധത്തിന്റെ ഒരു സന്ദർഭം വന്നപ്പോൾ പിന്തിരിഞ്ഞു നിന്ന് അള്ളാഹുവിന്റെ തിരുദൂതരുടെ കൽപ്പനക്കെതിരായുള്ള അവരുടെ സന്തോഷം കൊണ്ട് നിൽക്കുന്ന മനുഷ്യരെക്കുറിച്ച് ഖുർആൻ ഓർമ്മപ്പെടുത്തി. വകരിഹു അൻ യുജാഹിദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ധർമ്മസമരത്തിന് അവരുടെ സമ്പത്തും അവരുടെ ശരീരവും ഒക്കെ വിനിയോഗിക്കേണ്ട ഒരു സന്ദർഭം വന്നപ്പോൾ അവർ അതിന് തയ്യാറായില്ല. അവർ ആ തീരുമാനത്തെ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഖുർആൻ ഓർമ്മിപ്പിച്ചു. എന്താണ് അവർ മുനാഫിക്കുകൾ അന്നത്തെ യുദ്ധത്തിന് പോകാതിരിക്കാനുള്ള കാരണം പറഞ്ഞത്? വഖാലൂ ലാ തൻഫിറൂ ഫിൽ ഹർ എന്നാണ്. നിങ്ങൾ എന്തിനാണ് ഈ അത്യുഷ്ണത്തിൽ ചൂടുകാലത്ത് നിങ്ങൾ ഇതിന് ഇറങ്ങി പുറപ്പെടുന്നത് എന്നാണ് അവർ ചോദിച്ചത്. നിങ്ങൾ അതിന് തയ്യാറാകേണ്ടതില്ല എന്നവർ പറഞ്ഞു. ഖുർആൻ തിരുത്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, നാറു ജഹന്നമ അശദ്ദു ഹർറൻ ലൗ കാനൂ യഫ്ഖഹൂൻ. നരകത്തിന്റെ ചൂട് ഇതിനേക്കാളൊക്കെ കഠിനമാണ് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചൂട്, ഈ ദുനിയാവിലെ ചൂടിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ളുഹർ നമസ്കാരം അതികഠിനമായ ചൂടുള്ള സമയത്ത് നിങ്ങൾക്ക് നമസ്കരിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചൂടൊന്ന് തണുക്കാൻ വരെ നിങ്ങൾക്ക് വൈകിപ്പിക്കാം എന്ന് പഠിപ്പിച്ച ഒരു ദീനാണ്. ഈ സന്ദർഭത്തിൽ നരകത്തിന്റെ ഗൗരവമുള്ള ചൂടിനെ കുറിച്ച് അവിടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടാൻ മടി കാണിച്ചവരെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, ഇദാ കാനൽ ഹർ ഫഅബ്രിദു അനിസ്സലാത്ത്. ളുഹർ നമസ്കാരം അതികഠിനമായ ചൂടാണെങ്കിൽ നിങ്ങൾക്ക് അല്പം ഒന്ന് വൈകിപ്പിക്കാം എന്ന്. ഫൈന ശിദ്ദത്തുൽ ഹർരി മിൻ ഫൈഹി ജഹന്നം എന്നാണ്. അത് നരകത്തിന്റെ ഒരു തീനാളമാണ് നിങ്ങൾ അനുഭവിക്കുന്ന ചൂട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ചൂട് തന്നെ സഹിക്കാനാവുന്നില്ല. ഭൂമിയിൽ വിവിധ പ്രദേശങ്ങളെ എടുത്തു നോക്കിയാൽ ചൂടുകൾ വ്യത്യസ്തമായി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളുണ്ട്. അഗ്നിപർവ്വതങ്ങളിലെ ചൂടല്ല നമ്മളിവിടെ അനുഭവിക്കുന്നത്. ഉരുക്കു നിർമ്മാണശാലകളിലെ ചൂടല്ല നമ്മുടെ വ്യവസായശാലകളിൽ നമ്മൾ അനുഭവിക്കുന്നത്. ഇത് തന്നെ നോക്കൂ, ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ചൂട് തന്നെ നമുക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. എന്നാൽ മഹ്ശറിലെ ചൂട് അതിനേക്കാൾ കഠിനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 70-ൽ ഒരു അംശം മാത്രമാണ് നരകച്ചൂടിന്റെ 70-ൽ ഒരു അംശം മാത്രമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എത്ര ഭീകരമാണ് നരകത്തിന്റെ അവസ്ഥ എന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഈ ദുനിയാവിലെ ഏത് കാഴ്ചകളാവട്ടെ, നമ്മുടെ അനുഭവിക്കുന്ന ഏത് സംഭവങ്ങളാവട്ടെ,
നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് പ്രതിഭാസങ്ങളാവട്ടെ, അതെല്ലാം നാളെ പരലോകത്തേക്കുള്ള ജീവിതത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് എന്ന് നമ്മൾ വിസ്മരിച്ചു പോകരുത്. അതികഠിനമായ തണുപ്പ് അനുഭവിക്കുന്നു. നരകത്തിന്റെ തണുപ്പിനെ കുറിച്ച് നമുക്ക് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ അതികഠിനമായ ചൂടനുഭവിക്കുന്നു. നരകത്തിലെ കഠിനമായ ചൂടിനെ കുറിച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ പാരത്രിക ലോകവുമായി ബന്ധിപ്പിക്കാൻ പറ്റുന്ന അനുഭവങ്ങളായിരിക്കും പലപ്പോഴും ദുനിയാവിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ആ ഗൗരവം മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയപ്പെടേണ്ട സന്ദർഭമാണ് എന്നതാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫഹുവ അശദ്ദു മാ തജിദൂന മിനൽ ഹർരി വഅശദ്ദു മാ തജിദൂന മിൻ സംഹരീർ എന്ന്. നരകത്തിലെ തീയാകട്ടെ, നരകത്തിലെ ചൂടാവട്ടെ, തണുപ്പാവട്ടെ, അത് കഠിനമാണ്. തണുപ്പാണെങ്കിൽ അതികഠിനമാണ്, ചൂടാണെങ്കിലും അതികഠിനമാണ് എന്ന് റസൂലുള്ളാഹിന്റെ വാക്കുച്ചരിച്ചുകൊണ്ട് അബൂ ഹുറൈറ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഗൗരവം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ തന്റെ സുഹൃത്തുക്കളോടൊപ്പം ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അസഹ്യമായ ചൂട് കാരണം ഒരു മരത്തണൽ കണ്ടപ്പോൾ അവർ ആ തണലിലേക്ക് മാറി നിന്നു. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് അല്പനേരം കഴിഞ്ഞപ്പോ കണ്ണീർ വാർക്കുന്നതാണ് സുഹൃത്തുക്കൾ കാണുന്നത്. എന്തിനാണ് അമീറുൽ മുഅ്മിനീൻ താങ്കൾ കരയുന്നത് എന്നവർ ചോദിച്ചപ്പോ അദ്ദേഹം മഹ്ശറിലെ നരകത്തിന്റെ ചൂടും ഭയാനകതയുമൊക്കെ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ നോക്കിക്കാണുന്ന ഈ ചൂട് തന്നെ അനുഭവിക്കുന്നത് തന്നെ നമുക്കൊക്കെ, നമ്മുടെ തൊലിക്ക് തന്നെ, ജീവിതത്തിന് തന്നെ താങ്ങാനാവുന്നില്ലെങ്കിൽ എങ്ങനെയാണ് മനുഷ്യരെ ആ നരകത്തിന്റെ ഭയാനകതയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കാതെ ദുനിയാവിൽ ജീവിക്കുക എന്ന് അദ്ദേഹം തന്റെ സുഹൃത്തുക്കളോട് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് ഒരു എസിയുടെ തണുപ്പ് നമ്മൾ ആഗ്രഹിക്കുന്നു, മരത്തിന്റെ ഒരു തണൽ നമ്മൾ ആഗ്രഹിക്കുന്നു, തണുത്ത വെള്ളം കിട്ടിയാൽ എത്ര നന്നാവുമെന്ന് ആഗ്രഹിക്കുന്നു. ചൂടുകാലത്ത് നമ്മൾ തണുപ്പിനെ കുറിച്ചും തണലിനെ കുറിച്ചുമൊക്കെ ആലോചിക്കുന്നു. ആസ്വദിക്കാൻ നമുക്ക് അതിനെ കഴിയുള്ളൂ. മറ്റതൊക്കെ നമുക്ക് വല്ലാത്ത വിഷമവും പ്രയാസവും ഉണ്ടാക്കുന്നുണ്ട്. സഹിക്കാനാവാത്ത ചൂടിൽ അല്പം തണുത്ത വെള്ളം കിട്ടി തൊണ്ടയൊന്ന് നനച്ചപ്പോൾ താബിയായ ഒരു പണ്ഡിതൻ സൂറത്തുൽ അറാഫിലെ ഖുർആനിന്റെ വചനമോർത്ത് കരയുന്ന ഒരു സന്ദർഭം ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. നരകത്തിന്റെ ജ്വാലകളിലെ ചൂട് ശരീരത്തെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ നരകത്തിന്റെ അവകാശികൾ സ്വർഗത്തിന്റെ അവകാശികളോട് പറയുന്ന ഒരു വചനമാണത്. വനാദാ സുഹാബുൻ നാരി അസ്ഹാബുൽ ജന്ന. സ്വർഗത്തിന്റെ അവകാശികളെ വിളിച്ചുകൊണ്ട് നരകത്തിന്റെ ഈ ഭീകരത അനുഭവിക്കുന്ന മനുഷ്യർ അവരോട് പറയുമത്രേ, അന്നഫീലു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അല്പം കുടിനീര് ഞങ്ങൾക്കെങ്കിലും നിങ്ങൾക്ക് തരാൻ സാധിക്കുമോ എന്ന് അവർ ചോദിക്കുന്നത് എന്നാണ്. നരകത്തിന്റെ അവകാശികൾ അവർക്ക് അനുഭവിക്കാൻ ഈ ചൂട് കഠിനമായതോടുകൂടി അതിന്റെ പ്രയാസം സഹിക്കാൻ കഴിയാതെ സ്വർഗത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പാനീയത്തെ കുറിച്ചോർത്ത് അവരുടെ അവകാശികളോട് ചോദിക്കാണ്, ഒരിത്തിരി വെള്ളം ഞങ്ങൾക്ക് നൽകുമോ എന്ന്. ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അതല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ എന്തെങ്കിലും ഒരു റിസ്കിൽ നിന്ന് ഞങ്ങൾക്ക് നൽകൂ എന്ന് അവർ കെഞ്ചി പറയുന്ന സന്ദർഭത്തെ സൂറത്തുൽ അറാഫിലെ 50-51 വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഈ വചനത്തെ ഓർത്താണ് അദ്ദേഹം കരയുന്നത്. സ്വർഗത്തിന്റെ എല്ലാ സുഖങ്ങളും കാഫിറുകൾക്ക് അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റഹ്മത്തിനു വേണ്ടി നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കണം. മഹ്ശറിലെ ചൂട് തന്നെ ഏറ്റവും കഠിനമാണ്. മഹ്ശർ എന്ന് പറയുന്നത് നരകത്തിലേക്ക് മനുഷ്യർ വീണുപോകുന്നതിന് മുമ്പുള്ള വിചാരണയുടെ സന്ദർഭമല്ലേ? ആ വിചാരണയുടെ സന്ദർഭങ്ങളിൽ പോലും കഠിനമായ ചൂട് അവിടെ മനുഷ്യർ അനുഭവിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. തുദന ശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖി ഹത്താ യകൂന മിൻഹും കമിഖ്ദാരി മൈലിൻ. ഒരു മൈൽ അടുത്തേക്ക് സൂര്യന്റെ ചൂട് പോലെ കഠിനമായ ചൂട് മനുഷ്യർ അവിടെ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. ഫതകൂനു നാസു അലാ ഖദ്രി അമാലിഹിം ഫിൽ അറഖി ഫമിൻഹും മയകൂനു ഇലൽ കഅബൈഹി വഇലൽ റുക്ബതൈഹി വഇലാ ഹിത്വൈഹി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ കഠിനമായ ചൂട് കൊണ്ട് മനുഷ്യൻ ഇങ്ങനെ വിയർക്കുമത്രേ. ഓരോരുത്തരുടെയും അമലുകൾക്കനുസരിച്ച് അവർ ആ വിയർപ്പിൽ മുങ്ങിപ്പോകുമെന്നാണ് പ്രിയപ്പെട്ടവരെ. ചിലർക്ക് അവരുടെ കാൽപാദം വരെയായിരിക്കാം, ചിലർക്ക് മുട്ടുകാല് വരെയായിരിക്കും, ചിലർക്ക് അരക്കെട്ട് വരെയായിരിക്കും. ചില മനുഷ്യർ അവരുടെ വിയർപ്പിൽ അങ്ങനെ മുങ്ങിക്കുളിച്ചു പോകുന്ന തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് മഹ്ശറിലെ വിചാരണയെ കുറിച്ച് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നോക്കൂ, ആ വിയർപ്പുകൾ അവരെ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ആലോചിച്ചു നോക്കുക. നമ്മുടെ വായയിലേക്ക് വിയർപ്പിന്റെ ഒരംശം ചെന്നാൽ എത്ര അരോചകമായാണ് നമ്മൾ അതിനെ
സ്വീകരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ വിയർപ്പ് അധികമാകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു അസ്വസ്ഥത എത്രമാത്രം പ്രയാസപ്പെട്ടതാണ്. അതിന്റെ നാറ്റമാവട്ടെ, അതിന്റെ വൃത്തികേടാവട്ടെ, അസഹ്യമായ ചൂടിൽ വിയർത്തു കുളിക്കുമ്പോൾ ശരീരം ഒട്ടിപ്പിടിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വല്ലാതെ അസ്വസ്ഥതയോടുകൂടിയാണ് സംസാരിക്കാറുള്ളത്. നാളെ മഹ്ശറിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരുടെ ബർസഖിയായ ജീവിതത്തിന് ശേഷമുള്ള ലോകത്തെക്കുറിച്ച് നമ്മൾക്ക് കാര്യമായ താക്കീത് നൽകുന്നുണ്ട്. ദുനിയാവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആഖിറത്തെക്കുറിച്ചും ആലോചിക്കാനുള്ള അവസരമായി പ്രിയപ്പെട്ടവരെ നമ്മളതിനെ കാണണം. കാലിൽ ചെരുപ്പണിയിക്കപ്പെടാതെ, ശരീരത്തിൽ ഒരു നൂല് പോലും തുണിയില്ലാതെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ചൂടേറിയ ഒരു ദിവസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്ത് പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. അള്ളാഹുവിന്റെ റഹ്മത്തിനും ബർക്കത്തിനും നിഅമത്തിനും വേണ്ടി, അള്ളാഹുവിന്റെ കരുണ പെയ്തിറങ്ങാൻ, ഈ ചൂടൊന്ന് കുറയാൻ, ജീവിതമൊന്ന് സുഖകരമാകാൻ, അല്പമൊന്ന് ആശ്വസിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വർഗത്തിലേക്ക് എത്താൻ നമ്മൾ എത്രമാത്രം അധ്വാനിക്കുന്നുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചു നോക്കുക. എന്താണ് നമുക്കിതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്? അമലുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് ധാരാളമായി അടുക്കുക എന്നതല്ലാതെ മറ്റൊരു പരിഹാരമില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. സ്വർഗത്തിന്റെ തണലി എന്ന് പറയുന്നത്, ഒരു വൃക്ഷത്തിന്റെ തണലിൽ ഒരു വാഹനമെടുത്ത് നമ്മൾ 100 കൊല്ലം സഞ്ചരിച്ചാൽ പോലും ആ തണൽ അവസാനിക്കുന്നില്ല എന്നാണ് സ്വർഗത്തെ ഒരു വൃക്ഷത്തിന്റെ തണൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നരകത്തിന്റെ ചൂട് എന്ന് പറയുന്നത്, നരകവക്കിൽ നിന്നൊരു മനുഷ്യൻ നരകത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞാൽ 70 വർഷം പിന്നിട്ടാലേ ആ കല്ല് നരകത്തിന്റെ അടിത്തട്ടിൽ എത്തുകയുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിന്റെ ആഴത്തിൽ നിന്നാണ് അതികഠിനമായ ചൂട് കത്തി ഉയരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എന്താണ് അതിൽ ബാക്കി ഉണ്ടാവുക. മനുഷ്യരും കല്ലുകളുമൊക്കെ കത്തിക്കപ്പെടുന്ന ഒരു നരകത്തിന്റെ ഭയാനകതയെ കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നത്. സ്വർഗമാണെങ്കിലോ എത്ര സുന്ദരമാണ്, എത്ര തണുപ്പാണ്, മനസ്സിന് കുളിരാണ്, ജീവിതത്തിൽ ആനന്ദമാണ്. മരണമില്ലാത്തൊരു ലോകത്ത് സ്വർഗത്തിൽ അനുഭവിക്കുന്ന സുഖങ്ങളെ കുറിച്ച് ഖുർആനിന്റെ ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഏത് ചൂടിലും നമുക്ക് തണുപ്പ് അനുഭവിക്കും, ഏത് മനസ്സും കുളിരണിഞ്ഞു പോകും. അതാണ് സ്വർഗത്തിന്റെ സുഖങ്ങൾ എന്ന് പറയുന്നത്. സ്വർഗം വേണോ നരകം വേണോ എന്നത് ആളുകൾക്ക് ഇന്നത്തെ കാലത്ത് ഒരു ചോയ്സാണ്. അവൻ അവിടെ ഇല്ലെങ്കിൽ ആ സ്വർഗത്തിലേക്ക് ഞാനില്ല എന്നൊക്കെ പറയുന്ന കമന്റുകൾ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. നരകം അത്ര ഭീകരമാണ് പ്രിയപ്പെട്ടവരെ. നരകത്തിന്റെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയില്ല. നമ്മുടെ തൊലിയെ സൃഷ്ടിച്ച അല്ലാഹ് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും നരകത്തിലേക്ക് വരരുത് എന്നാണ്. നരകത്തിന്റെ ചൂട്, ഞാനാണ് നരകത്തെ സൃഷ്ടിച്ചത്, ഞാനാണ് നിങ്ങളുടെ തൊലികളെ സൃഷ്ടിച്ചത്. മനുഷ്യരുടെ തൊലികൾക്ക് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത അതികഠിനമായ പ്രയാസമാണ് നരകമെന്നത് അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, നമ്മൾ ആ തണല്, സ്വർഗത്തിന്റെ തണൽ അനുഭവിക്കാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാനും നിങ്ങളുമാണ് പ്രിയപ്പെട്ടവരെ ആലോചിക്കേണ്ടത്. അമലുകൾ നന്നാക്കുക, സ്വഭാവം നന്നാക്കുക, അള്ളാഹുവിനോട് കൂടെ ഇസ്തിഗ്ഫാർ ചോദിക്കുക. ദുനിയാവ് ഇന്നും നാളെയുമായി തീർന്നു പോകും. ആളുകളുമായുള്ള ബന്ധങ്ങൾ നന്നാക്കണം, ഇബാദത്തുകൾ, അമലുകൾ നന്നാക്കണം. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളിൽ, അള്ളാഹുവിനോടുള്ള സമയം, ദിക്റുകളിൽ ധാരാളമായി മുഴുകണം. അപ്പോഴാണ് അള്ളാഹുവിന്റെ കരുണ നമ്മിലേക്ക് പെയ്തിറങ്ങുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മഹ്ശറിലെ വിചാരണ നാളിൽ ചൂട് സഹിക്കാനാവാതെ തലക്ക് മുകളിൽ സൂര്യൻ കത്തിച്ചൊലിച്ച് നിൽക്കുമ്പോൾ 7 വിഭാഗം മനുഷ്യർക്ക് അള്ളാഹുവിന്റെ തണൽ ലഭിക്കുമെന്നാണ്. അതിൽ നമ്മൾ ഉണ്ടാകുമോ എന്നെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒന്നാരാണ്? അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാത്ത ഒരു കാലത്ത്, ഒരു സന്ദർഭത്തിൽ അള്ളാഹു 7 വിഭാഗം ആളുകൾക്ക് തണലിട്ട് കൊടുക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ. ഇമാമുൻ ആദിൽ എന്നാണ് നീതിമാനായ ഭരണാധികാരി. നീതി കാണിക്കുന്നിടത്ത് നമ്മൾക്ക് പാളിച്ചകൾ പറ്റിയിട്ടില്ല എങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ തണലുണ്ടാകും. ഒരു യുവാവിനെ കുറിച്ചാണ്, കൗമാരപ്രായക്കാരെ കുറിച്ചാണ്. അവർ അള്ളാഹുവിന്റെ ഇബാദത്തുമായി അങ്ങനെ കഴിഞ്ഞുകൂടിയ യുവാക്കളെ കുറിച്ചാണ്. പലപ്പോഴും കൗമാരം, യുവപ്രായം എന്നൊക്കെ പറയുമ്പോൾ ചോര തിളക്കുന്ന പ്രായമാണ്. മനസ്സ് പലതിലേക്കും പതറിപ്പോകുന്ന കാലമാണ്. രസത്തിന്റെ ചരടുകളിലൂടെ അങ്ങനെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന കാലമാണ്. നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ത്രസിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ആസ്വാദനങ്ങളിലേക്ക് വീണുപോകുന്ന സമയമാണ്. 10, 15, 20, 25 ഒക്കെ വയസ്സായ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ജീവിതം എപ്പോഴവസാനിക്കുമെന്നത് നമ്മളിങ്ങനെ മുന്നോട്ടൊക്കെ കാണും. പക്ഷേ വരുന്ന വാർത്തകൾ നോക്കൂ. 10 വയസ്സായ ആളുകൾ കഴിഞ്ഞു വീണ് മരിക്കുന്നു, 15 വയസ്സായവർ വെന്റിലേറ്ററിൽ കിടക്കുന്നു, 20, 21 വയസ്സായ ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കെ മരണപ്പെടുന്നു, 25, 30 വയസ്സായ ആളുകൾക്ക്
നമുക്ക് അറ്റാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ് നമ്മുടെ മരണത്തിന്റെ സമയം എന്ന് പറയുന്നത്? മരണത്തിന് അങ്ങനെ പ്രത്യേകിച്ച് സമയമില്ല. മരണത്തിന് നമുക്കിടയിൽ മറ്റ് തടസ്സങ്ങളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജീവിതത്തെ അള്ളാഹുവിലേക്ക് ചേർത്ത് നിർത്തുക. മറ്റൊന്ന് റസൂൽ പറഞ്ഞു, റജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസ്ജിദി, മനസ്സ് പള്ളിയുമായി എപ്പോഴും ബന്ധിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ചാണ്. അയാൾക്ക് അള്ളാഹുവിന്റെ തണലുണ്ട് എന്നാണ്. റജുലാനി തഹബ്ബാ ഫില്ലാ, അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ട രണ്ട് മനുഷ്യരെ കുറിച്ച് റസൂൽ പറഞ്ഞു. അവർ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചു, അള്ളാഹുവിന് വേണ്ടിയുള്ള വിഷയത്തിൽ അവർ വേർപിരിഞ്ഞു എന്ന്. അങ്ങനെയുള്ള മനുഷ്യർക്ക് അള്ളാഹുവിന്റെ തണലുണ്ട്. റജുലുൻ ദഅതുഹു ഇംറഅ ദാതു മൻസിബിൻ വജമാലിൻ ഇന്നി അഖാഫുല്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഒരു പെണ്ണൊരു മോശത്തരത്തിന് ക്ഷണിച്ചപ്പോ എനിക്ക് അള്ളാഹിനെ ഭയമുണ്ട്, നീയും അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞ് ആ തോന്നിവാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ ഒരു മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞത്. സൗന്ദര്യമുള്ള ഒരു പെണ്ണ് എല്ലാ സാഹചര്യങ്ങളിലും ഒത്തുവന്നു, തിന്മകൾ കാണാനും ആസ്വദിക്കാനുമുള്ള സന്ദർഭം മുന്നിൽ വന്നു. പക്ഷേ ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ എന്റെ റബ്ബിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് കണ്ണിനെ സൂക്ഷിച്ച് ലൈംഗിക താല്പര്യങ്ങളെ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ച് ആ തിന്മകളിൽ നിന്ന് മടങ്ങിപ്പോയ മനുഷ്യരെ കുറിച്ചാണ്. നമ്മളും ഇത്തരം പ്രതിസന്ധികളുടെ മുമ്പിൽ പലപ്പോഴും വന്നു നിൽക്കുന്ന സാഹചര്യങ്ങൾ വരും. ഇന്നി അഖാഫുല്ലാഹ് എന്ന് പറയാൻ ഒരു മനസ്സ്, ഒരു ഈമാൻ നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ തണൽ നമുക്ക് ലഭ്യമാകും. മറ്റൊന്ന് റസൂൽ പറഞ്ഞത് റജുലുൻ തസദ്ദഖ ബിസദഖ എന്നാണ്. സദഖകൾ കൊണ്ട് മത്സരിക്കുന്നവനെ കുറിച്ചാണ്. ചെറുതും വലുതുമായ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യരെ കുറിച്ചാണ്. മറ്റൊന്ന് റസൂൽ പറഞ്ഞു റജുലുൻ ദക്കറല്ലാഹു ഖാലിയൻ ഫഫാലത് ഐനാഹു എന്നാണ്. ഒറ്റയ്ക്കിരുന്ന് ഏകാന്തയാമങ്ങളിൽ ഇരുന്ന് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് ധാരാളമായി അള്ളാഹുവിനോട് സംസാരിക്കുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ഇസ്തിഗ്ഫാർ ചോദിക്കുകയും ചെയ്ത് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ. ഇവർക്ക് കഠിനമായ ചൂടനുഭവിക്കുന്ന മഹ്ശറയിൽ അള്ളാഹുവിന്റെ തണലുണ്ടാകുമെന്നാണ്. നമ്മൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകുമോ എന്ന് നമ്മൾ ആലോചിക്കുക. ഇല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ധാരാളമായി ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ.